മലയാളത്തിൽ ചെറുതും വലുതുമായ ഒരു പിടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു മുൻകാല നടിയായിരുന്നു ലളിതശ്രീ. അപ്പോൾ ലളിതശ്രീയുടെ ശരീരപ്രകൃതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാം, അത്യാവശ്യം വണ്ണമുള്ള മാദകത്തിടമ്പ് അല്ലെങ്കിൽ മാംസളമായ ഒരു ശരീരം, മുഖശ്രീ അധികമൊന്നുമില്ല എങ്കിലും സമൃദ്ധമായ മാറിടം പിൻഭാഗം, ഇങ്ങനെ മാംസളമായ ഒരു ശരീരം ആയതുകൊണ്ട് തന്നെ ഇവരോടും അഗാധമായ പ്രണയവും അല്ലെങ്കിൽ ഇവരുടെ ശരീരം കാണുമ്പോൾ ഇവരോടൊത്ത് ഒന്ന് സല്ലപിക്കണം, രമിക്കണമെന്ന ആഗ്രഹത്തോടെ നടന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്ന് ഒരിക്കൽ അവരൊരു വെളിപ്പെടുത്തൽ നടത്തി. അത് കേട്ടപ്പോൾ പലരും സത്യത്തിൽ ഞെട്ടിപ്പോയി, ലളിതശ്രീയുടെ അടുത്തോ ഇങ്ങനെയും ആൾക്കാരോ എന്ന്. അപ്പോൾ അവരവരുടെ ജീവിതത്തെക്കുറിച്ച്, താൻ സിനിമയിലൊന്നും അല്ലാതായി പോകേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒരു തുറന്നു പറച്ചിൽ നടത്തി. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ചെല്ലുമ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന റൂമിൽ പോയി കിടക്കാറില്ല എന്നും, കൊടുത്തു കഴിഞ്ഞാൽ പല പ്രമുഖരും അല്ലാത്തവരൊക്കെ റൂമിൽ ഇങ്ങനെ രാത്രിക്ക് തള്ളും, വഴിപ്പെട്ട് കൊടുത്തില്ല പ്രശ്നമാണ്, സിനിമയിൽ അവസരവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് പലപ്പോഴും ഇവർ പോയി കിടന്നിരുന്നത്, അല്ലെങ്കിൽ നീ എൻ്റെ റൂമിൽ വന്ന് കിടന്നോ എന്ന് പറഞ്ഞ് ജയഭാരതി അവരുടെ റൂമിൽ വിളിച്ചു കിടത്തുമായിരുന്നെന്ന്. അപ്പോൾ ജയഭാരതി എന്ന സിനിമയിലെ വളരെ പ്രശസ്തിയാണ്, നമ്മുടെ ഹരിപോത്തൻ്റെ പങ്കാളിയാണ്. അപ്പോൾ ജയഭാരതിയുടെ റൂമിലോട്ടൊന്നും പോയി ഒരുത്തനും തള്ളിയില്ല, തട്ടി തുറക്കിയില്ല, ശല്യപ്പെടുത്തത്തുമില്ല. അപ്പോൾ തന്നെ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ലളിതശ്രീ തൻ്റെ ജീവിതത്തിൽ വില്ലനായിട്ട് മാറിയ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു. അത് മറ്റാരുമല്ല, അന്തരിച്ചു പോയ പൂച്ചക്കണ്ണുള്ള സുന്ദരനായ നടൻ രതീഷിനെ കുറിച്ചാണ്. അപ്പോൾ രതീഷിന് നമ്മുടെ ലളിതശ്രീയെ കണ്ടപ്പോൾ ഒന്ന് ഭയങ്കര ആഗ്രഹം, പല പ്രകാരത്തിലും നോക്കി പുള്ളിക്കാരി അങ്ങനെ വശപ്പെടുന്നില്ല. അപ്പോൾ രതീഷ് ഒരു തവണ ഒരു സിഗരറ്റിൻ്റെ കവറിനകത്ത് എഴുതി കൊടുത്തു വിട്ടു, രാത്രി ഇന്ന സമയത്ത് ഇങ്ങോട്ട് വരണം, ഞാനിങ്ങ് വരുമെന്ന്. പക്ഷേ ഞാനങ്ങ് വരും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വരണം, ഇല്ലെങ്കിൽ ഞാനങ്ങ് വരുമ്പോൾ വാതിൽ മലക്ക തുറന്ന് എനിക്ക് വേണ്ടുന്നതൊക്കെ മലർത്തി തരണം, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നീ തരണം എന്നാണ് പുള്ളി അങ്ങ് ഉദ്ദേശിച്ചതെന്നാണ് ഈ ലളിതശ്രീ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. നമുക്കതിൽ സത്യമൊന്നും അറിയത്തില്ല. ലളിതശ്രീ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ ഇന്ന് ആ പാവൻ രതീഷ് ഒട്ടും ഇല്ലാതാനും. അതുകൊണ്ട് ഇങ്ങനത്തെ ചില വെളിപ്പെടുത്തലുകളിലൊന്നും എത്രമാത്രം സത്യം ഉണ്ടെന്നറിയില്ല. ലളിതശ്രീ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പല ചാനലുകളിലും ഹേമ കമ്മിറ്റി വിവാദം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് പലയിടത്തും വന്ന ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രതീഷ് അടിച്ചു നല്ല പൂക്കുറ്റിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആഗ്രഹം പുള്ളി വെളിപ്പെടുത്തിയതെന്നും അങ്ങരുടെ ആഗ്രഹത്തിന് ലളിതശ്രീ ഒട്ട് നിന്ന് കൊടുത്തുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് പുള്ളിക്ക് നാണക്കേടായി. അതായത് പുള്ളി അന്ന് സിനിമയിൽ ഭയങ്കര സെറ്റപ്പായിട്ട് നിൽക്കുന്ന സമയം, സുമുഖൻ സുന്ദരൻ, രതീഷിൻ്റെ സൗന്ദര്യത്തിൽ മനം മയങ്ങി നടക്കുന്ന സുന്ദരികളായ നടിമാരുണ്ട്, ധാരാളം സ്ത്രീകളുണ്ട്. കാരണം അങ്ങേർക്കൊരു ശരീരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത്യാവശ്യം പൂച്ചക്കണ്ണ് മാത്രമല്ല, അയാളുടെ ശരീരം, പൊതുവെ ഒരു ശബ്ദം, ഇതെല്ലാം ഒരു പുരുഷത്വത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു കാലത്ത് ആളുകൾ കണ്ടിരുന്നതാണ്. അപ്പോൾ സ്വപ്ന ഉൾപ്പെടെയുള്ള നടിമാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആരാധികമാരായിരുന്നു എന്ന് വേണം പറയാൻ. ആ ഒരു ഇല്ലെങ്കിൽ ജയപ്രദ, അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ ഒപ്പം ഇദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റു ചില വിഷയത്തിലേക്ക് വരാം. ഇദ്ദേഹം ഒന്നുമല്ലാതെ ആക്കിയില്ലെങ്കിൽ സിനിമയുടെ മറവിൽ ചില രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കടന്നു പിടിക്കുക, ബലമായിട്ട് ചുംബിക്കുകയൊക്കെ ചെയ്ത് നാണം കെടുത്തിയ നടിമാരുടെ കഥകളൊക്കെ അക്കാലത്ത് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പ്രതാപിയായ ഞാൻ വിളിച്ചിട്ട് അവൾ വന്നില്ല, എങ്കിൽ ഇനി ഇവിടെ വെച്ച് പുലർത്തുന്നില്ല. പലതവണയും പല പ്രകാരത്തിലും പുള്ളി ശ്രമിച്ചു, ലളിതശ്രീയെ കിട്ടുന്നില്ല. എങ്കിൽ ഇനി ഇവിടെ എൻ്റെ സിനിമയിൽ നല്ല ഒരു സിനിമയിൽ അഭിനയിക്കണ്ടേ, ഇവിടെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പുള്ളി അങ്ങ് തീരുമാനിച്ചു എന്നും, പിന്നീട് ലളിതശ്രീയുടെ കഷ്ടകാലം തുടങ്ങിയെന്നും, ഒറ്റ സിനിമയിൽ അവസരം കിട്ടിയില്ല, പറ്റുന്ന സിനിമകളിലെല്ലാം രതീഷ് ഈ നടീനെ വേണ്ട, അത് പുള്ളി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്, സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അന്നത്തെ അപ്പോൾ പുള്ളി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലളിതശ്രീ അത്രയ്ക്ക് പകരം വേറെ നടിമാരെയൊക്കെ വെക്കാൻ പറ്റും, നായകനായിട്ട് രതീഷിനെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ പല സിനിമയിലും തൻ്റെ അവസരം കളഞ്ഞു കുളിച്ച് തൻ്റെ ജീവിതം ഒന്നുമല്ലാതാക്കി കളഞ്ഞു എന്നാണ് അദ്ദേഹം ഈ ലളിതശ്രീ അവകാശപ്പെടുന്നത്. നമുക്കറിയാം ദിലീപിൻ്റെയൊക്കെ ഒരു മിസ്റ്റർ ബട്ട്ലറാണെന്ന് തോന്നുന്നു ആ സിനിമയിൽ നല്ല ഒരു രാധയുടെ വേഷമൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിനയശേഷിയുള്ള നടിയാണ്.
പക്ഷേ സിനിമ രംഗത്തേക്ക് വരുന്ന സമയം മുതൽ ഇത്തരത്തിലുള്ള ഓരോ വ്യക്തികൾ അവരുടെ ആഗ്രഹം തീർക്കാനും ഞരമ്പന്മാരായിട്ടും പിന്നെ ഇവർക്കൊക്കെ എന്താണ് ഈ ലളിതശ്രീയോടുള്ള ആരാധന, അല്ലെങ്കിൽ ഇവരിൽ എന്താണ് ഇത്ര പ്രത്യേകത, അവരിൽ എത്രയോ സുന്ദരിമാരായ നടിമാരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷക്കീലയോട് മാത്രം ആഗ്രഹം തോന്നുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ണമുള്ള ചില സ്ത്രീകളോട് വല്ലാത്ത ആകർഷണമുള്ള പുരുഷന്മാരുണ്ട്. അതിൻ്റെയൊക്കെ സൈക്കോളജി പറയുന്നത് ഇത് ശരീരപുഷ്ടി കൂടുതലുള്ള സ്ത്രീകൾക്ക് പ്രത്യുൽപാദനപരമായ കഴിവ് കൂടുതലുണ്ട് എന്നൊക്കെ തരത്തിൽ പുരുഷൻ്റെ പരിണാമപരമായിട്ടുണ്ടായ ചില പ്രത്യേകതകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളെ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ നിതമ്പോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും വെറുതെ ഒരു ആഗ്രഹം പുരുഷൻ്റെ തലയിലോട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെല്ലും എന്ന് പറയുന്നത്. അപ്പം കാര്യം എന്തായാലും ലളിത സ്ത്രീയെ മോഹിച്ച ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നെന്നും ഇവരുടെ റൂമിലൊക്കെ പലപ്പോഴും ആളുകൾ ഇങ്ങനെ തട്ടും മുട്ടും അനങ്ങാണ്ടിരുന്ന ചവിട്ടി പൊളിക്കുന്ന ഒരു തരത്തിൽ വരെ ആൾക്കാർ ഇവർ സിനിമയിൽ നിൽക്കുന്ന ഒരു രീതിയിൽ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ക്രൂരമായ രീതിയിലുള്ള അധിക്ഷേപം നേരിട്ടു. ഇവരെ പലരും ഓടിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവർ ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെ രത്നച്ചുരുക്കം. അപ്പോൾ അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇവരുടെ ഈ ശരീരപ്രകൃതി കൊണ്ടുള്ള ഒരു കാണുമ്പോഴുള്ള ഒരാഗ്രഹമോ, അല്ലെങ്കിൽ ചിലർക്കുണ്ടല്ലോ ഏത് നടിയാണെങ്കിലും തങ്ങൾ വിളിച്ചാൽ വിളിച്ചെടുത്ത് വരണം, ഇപ്പോൾ അവളെ കിട്ടും ഇവനെ കിട്ടും എന്നൊക്കെ ഒരു തോന്നൽ പലപ്പോഴും പലർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ അഭിമാനബോധം, ഇത് ആർക്കൊക്കെ തൻ്റെ ശരീരം പങ്കുവെക്കണമെന്നോ അല്ലെങ്കിൽ ഏത് നടിയും സിനിമയിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം പറയുമ്പോഴേ പോയി കടന്നു കൊടുക്കാനുള്ളതാണെന്നൊക്കെ ധരിച്ചു വെക്കുന്ന കുറേ ആളുകളുള്ള ഒരു കാലഘട്ടത്തിൽ നടന്ന പ്രശ്നമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അഭിനയം ഒരു തൊഴിലാണ്, തനിക്ക് അഭിമാനബോധമുണ്ട്, താൻ ശരീരം വിൽക്കുന്നില്ല എന്നൊരു സ്ത്രീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ കണ്ട് മോഹിച്ച് പുറകെ നടക്കുന്ന ആളുകൾ അവർക്ക് പിന്നീട് വ്യക്തിവൈരാഗ്യം തീർത്ത് അവർക്ക് സിനിമയിലെ അവസരങ്ങൾ ഒരിടത്തും ഇല്ലാതാക്കി കളഞ്ഞ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് ആക്കി കളഞ്ഞു എന്നും അവർ വളരെ വേദനയോട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരാൾ ഒരു കാര്യം മോഹിച്ചു ആഗ്രഹിച്ചു കിട്ടുന്നില്ലെങ്കിൽ അവരവരുടെ വഴിക്ക് വിടുക, അതിലുപരി അവരെ ഒന്നുമല്ലാതാക്കി പീഡിപ്പിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരുതരം ക്രൂരതയാണ്. എന്തായാലും അത്തരത്തിലുള്ള ക്രൂരതയൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് കാലാകാലങ്ങളിൽ കർമ്മ അതിൻ്റെ ഒരു മറുപടി കൊടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും വളരെ പ്രതാപനായിട്ട് ജീവിച്ച രതീഷ് അവസാന കാലത്ത് കുടിച്ച് നശിച്ചു എന്നതിലുപരി സാമ്പത്തികമായിട്ട് മുഴുവൻ തകർന്നു. രതീഷിൻ്റെ ഭാര്യയും മക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ പരിതാപകരമായ അവരുടെ അവസ്ഥയിലൂടെ ആയിരുന്നു അവസാനം രതീഷും കുടുംബവും എല്ലാം കടന്നുപോയത്. ആ ഒരു സമയത്ത് ഇവരെ സഹായിക്കാൻ നമ്മുടെ ബഹുമാനായ സുരേഷ് ഗോപിയും അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ലളിതശ്രീയുടെ ജീവിതവും കരിയറും ഒക്കെ നശിപ്പിച്ച ദുഷ്ടൻ എന്ന് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് രതീഷിനെ കുറിച്ചാണ്. ഒപ്പം സിനിമാ മേഖലയിലെ ചില അനാശാസ്യപരമായ ചില പ്രവണതകളെക്കുറിച്ചും അവർ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ താൻ നേരിട്ടു എന്ന് പറയുന്നുണ്ട്. കോട്ടയം ശാന്ത സമാനമായ രീതിയിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സിനിമ അത്ര ഏത് സ്ത്രീക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയല്ലെന്നും ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുമാണ് ഇത്തരത്തിലുള്ള പറച്ചിലുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.